ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് 50-ലധികം ചെടികളാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇതിൽ എത്ര പ്ലാന്റ് വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. ഇനി ഒരു പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഈ കാണിക്കുന്നത് ഹാങ്ങിങ് മാൻഡിവില്ലയാണ്. അതിന്റെ 3 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഇത്തിരി വിലയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ചൈനീസ് ബാൾസം ആണ്. ഈ ചൈനീസ് ബാൾസം പ്ലാന്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഈ പ്ലാന്റ് പിടിപ്പിച്ച് കഴിയുമ്പോൾ അത് ഒന്ന് ചീഞ്ഞു പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തണ്ടെടുത്ത് നമ്മൾ മണലിൽ കുത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുതിയ തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ജിഫി പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൻ്റെ 10 കളേഴ്സ് അടങ്ങുന്ന ഒരു കോംബോ പോലെയാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അതിന് 350 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് ഈ ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ്. ഇതിന് ഒരു പ്ലാന്റിന് 80 രൂപയാണ്, പ്ലസ് കൊറിയർ ചാർജ് കൂടെ വരുന്നതാണ് കേട്ടോ. ഇത് രുദ്രാക്ഷം പ്ലാന്റ് ആണ്. ഇത് ലില്ലി പില്ലി പ്ലാന്റ്. ഇതിന്റെ ഫ്രൂട്ടും പൂവും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ എല്ലാത്തിന്റെ റേറ്റ് നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രുദ്രാക്ഷം പ്ലാന്റ്. നല്ല ജിമിക്കി കമ്മൽ പോലെ തോന്നില്ലേ ഇതിന്റെ ഫ്ലവർ കാണുമ്പോൾ? ഇത് നിക്കോഡിയ പ്ലാന്റിന്റെ പ്ലാന്റ് സൈസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് നല്ല റോസ് കളറിലുള്ള പൂക്കളുണ്ടാകും. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് അച്യുമൻസ് പ്ലാന്റ്. ഇതിന്റെ 5 കളേഴ്സാണ് നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. കാരണം ഇത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഒരെണ്ണമൊക്കെ ആയിട്ട് നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഇത് 5 കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇത് റോസിഡോ പ്ലാന്റ് ആണ്. ഇതിന്റെ 3 കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിന്റെ പ്ലാന്റ് സൈസ് ആണിത്. ഇത് ബ്രൈഡൽ ബൊക്കറ്റ് വൈറ്റ്. നല്ല സ്മെല്ലുള്ള പ്ലാന്റ് ആണ്. അതുപോലെ ഇത് ഡെയ്സി പ്ലാന്റ്. ഇത് തമ്പർജിയ ബ്ലൂ കളറിൽ പടർന്നു പോകുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് ആണിത്. ഇത് യെല്ലോ ജാസ്മിൻ ആണ്. ഇതും നല്ലൊരു ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് ആണ്. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ജോൺസ് വാട്ട് അല്ലെങ്കിൽ യെല്ലോ മെലസ്റ്റോമ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്. ഇതിന്റെ പ്ലാന്റ് സൈസ് ആണിത്. ഇതിന്റെ എല്ലാത്തിന്റെ റേറ്റ് നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ കൊടുക്കാം കേട്ടോ. ഇത് റോസിഡോ പ്ലാന്റിന്റെ പ്ലാന്റ് സൈസ് ആണ് കാണിക്കുന്നത്. റോസിഡോന്റെ 3 കളേഴ്സാണ് നമുക്ക് ഇന്ന് സെയിലിനുള്ളത് കേട്ടോ. ഇത് അലമാണ്ട യെല്ലോയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഹൈഡ്രാഞ്ചിയയുടെ 4 കളേഴ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. റെഡ്, വൈറ്റ്, ബ്ലൂ ആൻഡ് റോസ്. ഇത്രയും കളേഴ്സാണ് നമുക്ക് ഇന്ന് സെയിലായിട്ടുള്ള ഒരു പ്ലാന്റ് സൈസ് ആയിട്ട്. ഇനി നമുക്ക് കുറച്ച് ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് കാണിക്കാം കേട്ടോ. ഇത് ടെക്കോമ വെരിഗേറ്റഡ് ആണ് ആദ്യം കാണിച്ചത്. ഇത് ടെക്കോമ വൈറ്റ്. ഇത് ലെമൺ വൈൻ ആണ്. ഇതെല്ലാത്തിനും ഒരേ റേറ്റ് ആണ് കേട്ടോ ഈ ക്രീപ്പർ പ്ലാന്റ്സിനൊക്കെ. ഇത് ഗാർലിക് വൈൻ ആണ്. വെളുത്തുള്ളി ചെടി എന്നൊക്കെ പറയുന്ന ഗാർലിക് വൈന്. ഇത് ഗോൾഡൻ കാസ്കേഡ്. ഇത് മെലസ്റ്റോമ വൈറ്റ്. ഇനി വരുന്നത് മെലസ്റ്റോമ റോസ് കേട്ടോ. ഇതിന്റെ 3 കളേഴ്സ് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് കമേലിയ പ്ലാന്റ്. നമ്മൾ ആദ്യം കാണിച്ച കമേലിയ പ്ലാന്റിന്റെ വേറൊരു കളറാണിത്. ഇത് റോസിഡോ പ്ലാന്റ്. നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന ഏത് വേണമെങ്കിലും അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചാൽ മതി. ഇത് മെഡിനില്ല ബുഷ്. നല്ല മണിമണിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണിത്. ഇത്തിരി റേറ്റ് ഉണ്ട് അതിന്. അപ്പം നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഇത് നീലക്കൊടുവേലിയാണ്. ഇത് നല്ല സ്മെല്ലുള്ള യെസ്റ്റർഡേ ടുഡേ പോലെ തന്നെയുള്ള സൺഡേ മൺഡേ എന്നൊക്കെ പറയുന്ന നല്ലൊരു പ്ലാന്റ്. ഇത് ടെക്കോമേന്റെ 4 പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ റോസ് കളറിലുള്ളത് മാത്രമാണ് ഇച്ചിരി ക്രീപ്പ് ചെയ്ത് പോകുള്ളൂ. മറ്റൊക്കെ നമുക്ക് ഷബ്ബായിട്ട് നിർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിത്. ഇത് നിക്കോഡിയ പ്ലാന്റ്. ഇത്
ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച സൺഡേ മൺഡേ. നല്ല സ്മെല്ലാണ് ഇതിന്. ഇതാണ് ഹൈഡ്രാഞ്ചിയയുടെ ഫ്ലവർ വരുന്നത് കേട്ടോ. ഇങ്ങനെ ബോൾ പോലെ ഇരിക്കുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിനുള്ളത്. ഇത് നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെയുള്ള നമ്മൾ എപ്പോഴും സെയിലിൽ വെക്കുന്ന അസേലിയ പ്ലാന്റ് ആണ്. ഇതിന്റെ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ സെയിലിലായിട്ട് വെച്ചിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഒന്നും വില കൂടിയ പ്ലാന്റ് വാങ്ങാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ആണ് നമ്മൾ 80 രൂപേന്റെ പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കളർ സെലക്ഷൻ ഇല്ല കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ കളർ സെലക്ഷൻ ഇല്ല. 80 രൂപയുടെ ചെറിയ പ്ലാന്റ്. ഇത് മണിമുല്ല. ഇത് നല്ല സ്മെല്ലുള്ള നല്ല ഫ്ലവറാണിത്. ഇത് മെലസ്റ്റോമയുടെ പർപ്പിൾ കളറാണ്. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് രംഗൂൺ ക്രീപ്പറാണ്. ഇത് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ വരുന്ന നല്ല അടിപൊളി ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഇതും കുറച്ച് ക്രീപ്പ് ചെയ്തൊക്കെ പോകുന്ന നല്ലൊരു പ്ലാന്റ് ആണിത്. ഇത് റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് സെന്റ് ജോൺസ് വാട്ടിന്റെ ഫ്ലവർ ആണത്. ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ച് ജിഫി പ്ലാന്റ്സ് ആണ്. അതായത് ഹോയയുടെ 5 കളർ വരുന്ന ജിഫി പ്ലാന്റ് ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. ഇതില് നമ്മൾ ജിഫി പ്ലാന്റുകൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം. ഇതിൽ ലിപ്സ്റ്റിക്കിൻ്റെതുണ്ട്, ഹോയയുടെ ഉണ്ട്, അതുപോലെ തന്നെ റെപ്സാൽസിൻ്റെതുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും, ഇനി ഒരു പ്ലാന്റ് വേണ്ടെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക. ഇല്ലെങ്കിൽ ഇതിൽ ഞാൻ പറയുന്നതിന്റെ പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് പറഞ്ഞാലും മതിയാവും കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങാവുന്നതാണ്. നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി. അതുപോലെ ഇത് വളരെ വില കുറഞ്ഞാണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഞങ്ങൾ നല്ല സേഫായിട്ട് നിങ്ങളുടെ കൈകളിൽ ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC വഴിയാണ്. പേയ്മെന്റ് ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ലെൻഡാന പ്ലാന്റ് ആണ്. ലെൻഡാനേൻ്റെ 4 കളേഴ്സാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ്, യെല്ലോ, വയലറ്റ്, റെഡ്. ഇതും വളരെ വില കുറഞ്ഞ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ലെൻഡാന പ്ലാന്റ് ആണ്. ഇത് റോസ് പ്ലാന്റ്. ഇതിന്റെ 3 കളേഴ്സാണ് നമുക്കുള്ളത്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഓർക്കിഡ് റോസ് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് കേട്ടോ. അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന 3 കളേഴ്സാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇത് റെപ്സാലിസിന്റെ 2 സൈസ് പ്ലാന്റ് ആണുള്ളത്. ഒന്ന് നല്ല ഗ്രീനിഷ് കളറിലുള്ളതും ഒന്ന് പിങ്ക് കളറിലുള്ളതുമായ റെപ്സാലിസ് പ്ലാന്റ് ആണ്. ഇത് നല്ല ഹാങ്ങിങ് പ്ലാന്റ്, ഇത് നമുക്ക് വളർത്താവുന്നതാണ്. ഇത് ലെജിസ്റ്റോമിയയുടെ 2 കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്, പിങ്കും വൈറ്റും. ഇത് ബ്രൈഡൽ ബക്കറ്റ്. ഇത് മയൂരി പ്ലാന്റ് ആണ്. കുറുക്കന്റെ വാല് പോലെയൊക്കെ ഇരിക്കുന്ന നല്ല ഭംഗിയായിട്ട് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിത്. മിനിമം ഇത്ര പ്ലാന്റ് എടുക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര പ്ലാന്റ് വേണമെങ്കിലും വാങ്ങാം. ഇനി 50 പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം കേട്ടോ. അതിനൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ ഗാർഡൻ മനോഹരമാക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്.
ഇത് മധുമാലതി പ്ലാന്റ്, വലിയ സൈസുള്ള പ്ലാന്റ് ആണ്. ഇതിന്റെ സിംഗിൾ പെറ്റലാണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും വാങ്ങാം കേട്ടോ. അതുപോലെ ഈ പ്ലാന്റ് നമ്മൾ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് വെക്കുക. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ അതൊന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. അല്ലാതെ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നശിച്ചു പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് റബ്ബർ പ്ലാന്റ് ആണ്. ഇതിന്റെ 3 സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആദ്യം നമ്മൾ കാണിക്കുന്നത് ഒരു കോഫി കളർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അടങ്ങിയ ഒരു പ്ലാന്റ് ആണിത്. ഇത് നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ലീഫും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലീഫാണ്. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ. അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലീഫൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. പിന്നെ വേറൊരു പ്ലാന്റ് വരുന്നത് ചെറിയ ലീഫാണ്. കുഞ്ഞു ലീഫാണ് കണ്ടോ. ഒരു ക്രീം ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് ഇതിൽ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ എഴുതിയിട്ടോളൂ കേട്ടോ. കുഴപ്പമില്ല. ടാറ്റാ.